ഹലോ വ്യൂവേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത്രയുള്ള ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം എന്തോ ഒരു സംഭവം അടിപൊളി ലെവൽ സെറ്റാക്കിയിട്ടുണ്ടെന്ന് അല്ലേ? തീർച്ചയായും നിങ്ങൾ സംശയിച്ചതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഒരു അടിപൊളി സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഭരതേട്ടന് കൂടിയുണ്ട്, ഇനി നമ്മളെ കബീർച്ചാനെ വിളിക്കാനും കൂടിയുണ്ട്. എന്താ പറഞ്ഞാല് നമ്മൾ ഓരോരോ ആൾക്ക് ഈ രണ്ട് സെറ്റ് വീതം സെലക്ഷൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെയിനും കുറച്ച് ലോക്കറ്റൊക്കെ വെച്ചിട്ട്, അത് ഡയമണ്ടിൻ്റെതും അതുപോലെ നമ്മളെ ക്യാരറ്റ് ഡയറി വരറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനൊക്കെ. എന്നിട്ട് അതിൽ നല്ല സാധനം കൂടിയിട്ട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും വില കുറവിലുള്ള ഒരു സെറ്റ് റെഡിയാക്കണം, രണ്ടാമത്തത് ഏറ്റവും ഭംഗിയുള്ള ഒരു സെറ്റ് റെഡിയാക്കണം. അങ്ങനെ രണ്ടാണ് നമ്മൾ ഇത് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഒരാളെ തിരഞ്ഞെടുക്കുന്നത് നമ്മളെല്ലാവരാണ്. അതെന്തുകൊണ്ട് പറഞ്ഞാൽ ഏറ്റവും വില കുറവുള്ളതായിരുന്നു. ഈ സാധനം നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും വില കുറഞ്ഞ കളക്ഷൻസ് ഏതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ആളെ നമുക്ക് എല്ലാവർക്കും അത്ര പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഇത് 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നമ്മളെ ഭരതേട്ടനാണ് അതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളിയാണ് ഏറ്റവും നല്ല കളക്ഷൻ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ അടിപൊളിയായിരിക്കില്ല പണി വീഡിയോ അല്ലേ? ഇതുപോലെ ഗോൾഡിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 7710 ഒരു ഗ്രാമിനും 56,880 ഒരു പവന് വരുന്നുണ്ടായിരിക്കും. വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ബുക്ക് ചെയ്യാം. മേ ബി വില ഇതിനേക്കാൾ കൂടിയെങ്കിൽ നമുക്ക് ഈ ബുക്ക് ചെയ്ത റേറ്റിന് കിട്ടും. മേ ബി ഇതിനേക്കാൾ വില കുറഞ്ഞാലോ നിങ്ങൾക്ക് ഈ കുറഞ്ഞ റേറ്റിന് എടുക്കാൻ പറ്റും. സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ. വില കൂടാനാണ് ചാൻസ് ഉള്ളത്. അതിൽ സംശയം ഒന്നും വേണ്ട. പ്രത്യേകിച്ചിട്ട് യുദ്ധവും കാര്യമൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഈ വില കൂടുന്നില്ല ഇവരുടെ. തീർച്ചയായിട്ടും വേൾഡ് മാർക്കറ്റിൽ ഗോൾഡിന്റെ റേറ്റിലൊക്കെ ആൾക്കാർ ഈ ഗോൾഡ് എടുക്കാൻ നോക്കും പെട്ടെന്ന് അല്ലേ? കാരണം ഒരു സമാധാനമായിട്ട് ടെൻഷൻ ഇല്ലാണ്ട് നിൽക്കണമെങ്കിൽ ഗോൾഡിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതുകൊണ്ടാണ് വേൾഡ് മാർക്കറ്റ് എല്ലാവരും മറ്റ് ബിസിനസ്സിലേക്ക് പെട്ടെന്ന് ചാടുന്നത്. അപ്പോൾ ഗോൾഡ് റേറ്റ് അങ്ങ് കയറിപ്പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, എന്തായാലും ഗോൾഡ് റേറ്റ് കൂടാനേ ചാൻസ് കുറയാൻ ചാൻസ് വളരെ കുറവാണ്. 99% കൂടാൻ ചാൻസ്. കൂടുതൽ ഞാൻ അത് പറഞ്ഞു തീർക്കുന്നില്ല. ഇന്നത്തെ കളക്ഷൻസ്, ഇന്നത്തെ വെറൈറ്റിയിലൊക്കെ നമുക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമ്മളെ സച്ചിനാണ് നമ്മളെ ആദ്യത്തെ ഈ ഒരു സെറ്റ് കാണിക്കുന്നുള്ളത്. അതിനുശേഷം നമ്മളെ ശ്രീഹരി, അതിനുശേഷം സുനന്ദ, അതിനുശേഷം നമ്മളെ രാജി, അതുപോലെ അച്ചു, അതുപോലെ സുമേച്ചി, അതുപോലെ തന്നെ നമ്മളെ റയ്യ, അത് കഴിഞ്ഞിട്ട് ഇഷാന്, അതുപോലെ നിതിൻ. ഇത്ര ആൾക്കാരാണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ പങ്കാളികളായിട്ടുള്ളത്. ഇന്നത്തെ ഒരു മത്സരം ഒരു വെറൈറ്റി തന്നെയാണ്, യാതൊരു സംശയത്തിലും വേണ്ട. അപ്പൊ ഫസ്റ്റ് തന്നെ സച്ചിൻ മോൻ എങ്ങനെയുണ്ട്? ജഡ്ജി ഉണ്ട്, അസിസ്റ്റന്റ് ജഡ്ജി ഇവിടെ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് ജഡ്ജിനെ കാണിച്ചിരുന്നു. ഓക്കെ. അപ്പൊ അസിസ്റ്റന്റ് ജഡ്ജിനെ നീ ഒന്നും കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ, നിന്റെ വലിയ ചങ്ങായാണ്, അതുകൊണ്ട് ഡൗട്ട് ഉണ്ടാക്കി. അപ്പൊ ഫസ്റ്റത്തെ ഈ ഒരു സെറ്റ് കാണുന്നുണ്ടല്ലോടാ, വരുന്നിട്ടാ നീങ്ങൊന്ന് സൂക്ഷിച്ച് നോക്കിക്കോളെ. ടാഗല്ല കറക്റ്റ് അയച്ച വെക്കാത്തത്. ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാ വരുന്നത്? 15,300 ഇന്നത്തെ ഗോൾഡിന്റെ ഡിസ്കൗണ്ട് പ്രൈസിൽ വരും അല്ലെ? നല്ലതായിട്ട് അടിപൊളിയായിട്ടുണ്ട് അല്ലെ? നല്ല രസമാണ് കാണാൻ. നല്ലതായിട്ട് 15,300 നീ നോട്ട് ചെയ്തോളെ. സച്ചിൻ്റെത് ആദ്യത്തെ സെറ്റ് 15,300 വരുന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ഇതെത്ര വരുന്നത് സച്ചിൻ? 19,400 രൂപയാണ് ഈ ഒരു സെറ്റിന് വരുന്നുള്ളത്. 19,400 എന്തുകൊണ്ടും വേറെ തന്നെയാണ് അല്ലെ? നല്ല അല്ലെ? വരുതട്ട നല്ല സ്ട്രോങ്ങും സ്ട്രെങ്ത് എല്ലാം ഉണ്ട്. നല്ല സെലക്ഷൻ, അതിന് അടിപൊളിയാണ്. പിന്നെ എങ്ങനെ വരുതട്ട അഭിപ്രായം എന്താണ്? കളക്ഷൻസ് ഓക്കെ, മോശം രണ്ടും നല്ലുണ്ട്. ഓക്കെ, എന്തായാലും വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളെ ശ്രീഹരി എന്ന് പറഞ്ഞാൽ ഒരു ചാഞ്ചാടാണ്. ഒന്ന് ചാഞ്ചാടി. അപ്പൊ ശ്രീഹരി എന്ന് പറയുമ്പോ നമുക്ക് ഒരു ചിരിച്ച് കളിച്ചിങ്ങനെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ബർത്ത്ഡേ കുട്ടിയാണ്. പിന്നെ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് മംഗലാരം പോവോ പോരടി പോകും. ഓക്കെ. അപ്പോ ഇത് എത്ര ശ്രീഹരി വരുന്നുള്ള? 11,900 11,900 അല്ലെ? 11,900 എന്തുകൊണ്ട് വേർത്തന്നല്ലേ വരുന്നത് അല്ലെ? നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇത് 1 ഗ്രാം 70 മില്ലാണ് ഇത് ടോട്ടൽ വെയിറ്റ് വരുന്നത്. ലോക്കറ്റും ചെയിനും എടുക്കും അല്ലെ? ഡെലിവറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അങ്ങനെയല്ല യൂസ് ആക്കാൻ പറ്റും അല്ലെ? പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഇതാണെങ്കിലോ ഡെയിലി യൂസിന്റെ ആണ്. 28,300 വരും. ലോക്കറ്റ് നല്ല രസമുണ്ടല്ലേ? അടിപൊളി ലോക്കറ്റ്, ഒരു വെറൈറ്റി ആയിട്ട്. എങ്ങനെയായിട്ട് വരുന്നുണ്ട് അഭിപ്രായം? നല്ല കളക്ഷൻ അല്ലേ? ഒന്ന് എമൗണ്ട് ചെറിയ പൈസക്ക് കളക്ഷൻ. യെസ്, തീർച്ചയായും അടിപൊളി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.
നെക്സ്റ്റ് സുനന്ദ. സുനന്ദന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനും അതന്നെ അതന്നെ അങ്ങനെ പറയും അല്ലെ. ഇപ്പൊ സുനന്ദ ഇത് നല്ല രസമുണ്ടല്ലോ, അപ്പൊ പറയും അതന്നെ. അപ്പൊ ഇതിനേക്കാളും നല്ല രസമുള്ളത് കാണിച്ചെങ്കിൽ വീണ്ടും പറയും അതന്നെ. അതാണ് അതന്നെ സുനന്ദന്റെ പ്രത്യേകത. അപ്പൊ അതിന്റെ സുനന്ദ ഇതെങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്? 19,400 അല്ലെ. 19,400. 19,400. അതിന്റെ ഡിസൈൻ കാണുന്നുണ്ടല്ലോ, അടിപൊളിയായി. നെക്സ്റ്റ് നെക്സ്റ്റ് ഇതെങ്ങനെ വരുന്നത്? 20,000 വരുന്നുണ്ട് അല്ലെ. പിന്നെ ഡെലിവറി ആയിട്ട് യൂസ് ചെയ്യാനുള്ള പറ്റും. ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാം ചെറിയ ബഡ്ജറ്റിനെ. പറഞ്ഞോളി, എനിക്ക് എന്തൊക്കെ പറയാന്ന് പറഞ്ഞോളി. എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നല്ലേ. അല്ല, ഒരുപാട് എന്തെല്ലാം പറയണമെന്നല്ല പറഞ്ഞിട്ടുണ്ടായി. ഇനിയിപ്പോ ക്യാമറ കാണുമ്പോ പേടിച്ചു പോയി. അതായത് സാധാരണ ഏറ്റവും കൂടുതൽ ഡയമണ്ട് ലോക്കറ്റ്സ് വരുന്നത് ഹാർട്ട് ഷേപ്പിലാണ് അല്ലെ. അതിൽ നിന്നൊരു വ്യത്യസ്തമാർന്ന കളക്ഷൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഇവളൊരു വ്യത്യാസം കൊണ്ടുവന്ന, ഒരു ഡിഫറെന്റ് കൊണ്ടുവന്ന, വെറൈറ്റി കൊണ്ടുവന്ന. അതെ, ഇപ്പൊ ഹാർട്ട് ഷേപ്പ് തന്നെ വേണ്ട, വേറെ ഡിസൈൻ വേണമെന്നുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ആയിരിക്കും. അപ്പൊ വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ഇതാ, ഞാൻ ഹാർട്ട് ഷേപ്പ് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ രാജ്യം ഹാർട്ട് ഷേപ്പ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. രാജ്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ഇവിടുത്തെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ലേഡീസ് സ്റ്റാഫാണ്. നമുക്ക് അഭിമാനത്തോട് കൂടി പറയാൻ പറ്റുന്ന നമ്മളെ ഒരു സ്റ്റാഫാണ്. വളരെ സന്തോഷമുണ്ട്. രാജീവ് പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ? അത് ചോദിച്ചാൽ ഞാനില്ല എന്നല്ല പറഞ്ഞിട്ടുണ്ടായി. ഞാൻ പറഞ്ഞു നീ എന്തായാലും പറഞ്ഞു, എനിക്കില്ല അങ്ങനത്തെ. ഏതായാലും നമ്മളെ ഈ സാമ്പാറിന് എന്തൊരു സാധനം ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഉണ്ടാക്കി ഓക്കെ, അതുപോലെ അതുകൊണ്ടില്ലാണ്ട് എന്ത് മത്സരം. അപ്പൊ രാജി ഇല്ലാണ്ടെന്ന് മത്സരം. അപ്പൊ രാജി ഫസ്റ്റ് ഏതാ കാണിക്കുന്നത്? 16,300 നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഹാർട്ട് ഷേപ്പ് അല്ല ഇത്. ഇതിന്റെ ഉള്ളിൽ ചെറിയ കുഞ്ഞ ഹാർട്ട് ഷേപ്പ് ഉണ്ട് അല്ലേ. ഹാർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഉണ്ട്, ഇല്ല ചോദിച്ചാൽ ഇല്ല, അങ്ങനെ വേണം പറയാം. അങ്ങനെ ഒരു ഡിസൈൻ. പിന്നെ ചെയിൻ അടുക്ക് ഡെലിവറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും രാജി. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും, നോട്ട് ഡാമേജ് വരാൻ ചാൻസ് വളരെ കുറവ്. കെയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. 19,500 ഒരു വെറൈറ്റി ഡിസൈൻ. അപ്പൊ ഹാർട്ട് ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലീഫ് ഷേപ്പ് എന്നേ പറയാൻ പറ്റും അല്ലെ. അങ്ങനെ വേണം നമുക്ക് പറയാം. ഓക്കെ, ഹാർട്ട് എങ്ങനെയും പോകും, അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. ഓക്കെ, നല്ല രസമുണ്ട്, നല്ലുണ്ട്, വെരി ഗുഡ്, നല്ലുണ്ട്, അടിപൊളിയാണ്. ഓക്കെ, നീ നോട്ട് ചെയ്യുന്നുണ്ടല്ലേ. നെക്സ്റ്റ് നമ്മളെ ജഡ്ജി വന്നിട്ടുണ്ട്. ഇത് അച്ചുവിൻ്റെ അടുത്തുള്ള അക്ഷതാന്റെ 2 സെറ്റും നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഈ ലോക്കറ്റ് നല്ല രസമാണ്, അടിപൊളിയായിട്ടുണ്ട്. അതിനർത്ഥം ഇവർ ഇതുവരെ കാണിച്ച ആൾക്കാർക്ക് രസമില്ല എന്നല്ല, എല്ലാം നല്ലതുണ്ട്. ഇതൊരു ലോക്കറ്റ് ഒരു വെറൈറ്റി ആണ് അല്ലെ. ഒരു കുഞ്ഞ് ഡയമണ്ട് സെന്ററിൽ വന്നിട്ട് ബാക്കി ഇങ്ങനെയെല്ലാം വന്നിട്ട് ഒരു ചിത്രം വരച്ച പോലുള്ള ലോക്കറ്റ്. ഇതിന് എത്ര വരുന്നുണ്ട് അക്ഷത? 17,500. 17,500 ഡെലിവറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഡെലിവറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഒരു സ്പെഷ്യൽ. നെക്സ്റ്റ് നമുക്ക് ഇത് എത്ര വരുന്നുണ്ട് അക്ഷത? 17,000 അല്ലെ. 500 ഡിഫറൻറ്റ് ഉള്ളൂ. ഡെലിവറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 നല്ല സെറ്റാണ്, നല്ലുണ്ട്. ഒന്നിൻ്റെ വൈറ്റ് ഗോൾഡ്, റോസ് ഗോൾഡ് തന്നെ അല്ലേ, റോസ് ഗോൾഡിന്റെ ലോക്കറ്റ് നല്ലുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഷറക്കെ. നെക്സ്റ്റ് വരുന്ന സുമേച്ചിയാണ്. സുമേച്ചി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഷോപ്പിന്റെ തൊട്ടടുത്ത് വീടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ വിശക്കുന്ന സമയത്ത് ആദ്യം പോയിട്ട് കഴിക്കാൻ പറ്റുന്ന വീട് വരുന്നതാണ്. നമ്മൾ ഓണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയ വീട്. അങ്ങനെ അതിന്റെ മുമ്പത്തെ ഓണത്തിനല്ലേ ഞാൻ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊരു പ്രത്യേകത സുമേച്ചിക്ക് ഉണ്ട്. നമ്മൾ തന്നെ അയൽവാസിയാണ് ആദ്യം നമുക്ക് തൊട്ടടുത്ത് വരുന്നത് അല്ലെ. മരണപ്പെട്ടെങ്കിലും വീട്ടിലെന്ത് കാര്യമുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഓടി വരുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസിയാണ്. ബന്ധത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നമ്മളെ മതത്തിലായെങ്കിലും നമ്മളെ ബന്ധത്തിലായെങ്കിലും ഏത് സമൂഹത്തിലായും കൊടുക്കുന്നത് അയൽവാസിക്കായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത നമ്മളെ സുമേച്ചിക്കുണ്ട്. സുമേച്ചിന്റെ അടിപൊളിയായിട്ടുണ്ട്. 2 കളക്ഷൻസ് നല്ല രസമുണ്ട്. എങ്ങനെയാ സുമേച്ചി ഈ ഒരു ഡിസൈനിന്റെ റേറ്റ് വരുന്നുള്ളത്? 21,000. ഓക്കെ, 17,300. ഇത് 2 നല്ല ഭംഗിയുണ്ട്, അടിപൊളി സാധനം. 17,300. ഈ ലോക്കറ്റ് നല്ല രസമാണ്, അടിപൊളി സാധനം. ഓക്കെ, ഹാർട്ടിന്റെ ഒരു ഹാർട്ടല്ലേ, സ്റ്റാറാണ്. അല്ല സുമേച്ച് ഹാർട്ടിനെ വിട്ടിട്ട് കഥ കേട്ടല്ല, അത് സുമേച്ചിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതാ 3 ഡയമണ്ട് കൂടി വെച്ചിട്ടുണ്ടായില്. 3 ഡയമണ്ട് അടിപൊളി തന്നെ അല്ലേ. ഓക്കെ, വിശാലമായ. ഓക്കെ, അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് സുമേച്ചി. താങ്ക് യു. നെക്സ്റ്റ് റയ്യ. എല്ലാ കാര്യത്തിലും ഇടപെടുന്ന റയ്യ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആഞ്ഞു പോയിട്ട് ഇടപെടും. അത് എന്താണോ, നല്ലതാണോ, പൊട്ടാണോ അല്ലെ, വരുന്നേട്ടാ വളരെ പ്രത്യേകതയാണ്.
എല്ലാ കാര്യത്തിലും നല്ലതായെങ്കിലും ചീത്തയായെങ്കിലും അവൾക്ക് അത് ഇടപെടും. എന്നിട്ട് കാര്യങ്ങൾ തീർക്കാരാ എളുക്കിട്ട് പോവുകയും ചെയ്യും പകുതി. അതാണ് രണ്ടാമത് പ്രത്യേകത. എന്തായാലും പിന്നെ വളരെ പെട്ടെന്ന് നമ്മൾ ഷോറൂമിൽ വന്നിട്ട് എത്ര മാസമായി? ഇപ്പം 1 വർഷം ആവാനായി. 12 മാസമായ 11 മാസമായി, 1 വർഷമായി. 1 വർഷം ആവാൻ പോവാണ്. എക്സ്പീരിയൻസ് വളരെ പെട്ടെന്ന് തന്നെ ഒരു സെയിൽസിലേക്ക് കയറിയിട്ട് ഇന്ന് നമുക്ക് ഇത് റയ്യാനെ കണ്ട് പഠിക്കുക എന്ന് മറ്റുള്ള ആൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയണം. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷെ ആ എടുത്ത് ചാട്ടുന്ന എനിക്ക് പല രീതിയിലും താഴ്ന്ന് മുകളിലേക്ക് പെട്ടെന്ന് പോകണം. മുകളിൽ നിന്ന് താഴോട്ടേക്ക് വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കെയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നിന്റെ ഇന്നത്തെ കളക്ഷൻസിനെ പറ്റി നമുക്ക് പറയാം. 2 കളക്ഷൻസ് ഉണ്ട്. ഫസ്റ്റത്തെ കളക്ഷൻസ് പറയുമ്പോൾ 21,000 ഇങ്ങനെ തുള്ളിക്കൊണ്ട് പറയാം. 21,000. ഓക്കെ, നല്ലുണ്ട്. ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റും. പെണ്ണ് പുള്ളർക്കൽ ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ ആണ് പുള്ള എന്തായാലും ഇത് ഇടാനാണ്. ഓക്കെ, പെണ്ണ് പുള്ളർക്ക്. അപ്പൊ നീ വിചാരിച്ചു ഇതാണ് പുള്ളർക്ക് ഇടുന്നതാണ്, ഒരാളിടുന്ന ഏത് ലോക്കറ്റ്? ഓക്കെ. താൻ എന്തായാലും വീണ്. അപ്പൊ അതിന്റെ പോലെ ഇങ്ങനെ ഉരുളാൻ നോക്കുന്ന. എന്തായാലും ഇപ്പോഴത്തെ ഉള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടീനേജിനെ, ഇപ്പൊ പഠിക്കാൻ പോകുന്ന കോളേജിലൊക്കെ പോകുന്ന ടീനേജിന് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആണ് എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. സത്യമാണ്, നല്ല രസമുള്ള ഡിസൈൻ. ഈ ലോക്കറ്റൊക്കെ നല്ല ഭംഗിയുണ്ട്. മറ്റു ഷേപ്പിന് പകരം വേറൊരു ഡിസൈൻ കൊണ്ടുവച്ചിട്ട് അതിന്റെ സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ്, ഇത് എത്ര എമൗണ്ട് വരുന്നത്? 18,300. എല്ലാത്തിനും ഒരു തുള്ളലുണ്ട്, ഒരു ചാട്ടം. ഓക്കെ, 18,300. മറ്റേത് എത്ര? 21,600. ഓക്കെ, 21,600. ഓക്കെ, അപ്പോൾ വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. നെക്സ്റ്റ് ഇഷാൻ. ഇഷാൻ എന്ന് പറയുമ്പോൾ ഇഷാന്ന് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയാം, ഇഷാൻ ഒരു സ്പെഷ്യലാണ്. ഓക്കെ, ശാന്തവും സമാധാനവും ഐശ്വര്യവും എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ് ഇഷാൻ. അപ്പൊ ഇഷാൻ എങ്ങനെയാടാ വരുന്നത്? ഫസ്റ്റ് സാധനം 19 ഗ്രാം 500 ആണോ? 19,500 19,500. 19,500 ഈ ലോക്കറ്റ് നല്ല ഉണ്ട് കേട്ടോ. കാണുന്നുണ്ട് ലോക്കറ്റ്. നല്ല രസമുള്ള ലോക്കറ്റ്, അടിപൊളി സാധനം. 19,500 എനിക്ക് കൊണ്ട് വേർത്ത് തന്നെയാണ് കേട്ടോ. അടിപൊളി സാധനം. ഡെലിവറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ, അടിപൊളി. നെക്സ്റ്റ് ഉള്ള ഇതെങ്ങനെ? ഫുള്ള് ഡയമണ്ട് ഇതിലുള്ള. യെസ്, ഫുള്ള് ഡയമണ്ട്. 30,000. ആ ഡയമണ്ടിന് തന്നെ നല്ല പ്രൈസ് ഉണ്ടാവും. നല്ലുണ്ട്, നല്ലൊരു റിച്ച്നെസ് ഉണ്ട് അത് അല്ലേ? യെസ്, അടിപൊളിയായിട്ട്. 2 സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്കൊരു പുതുമുഖത്തിനെ പരിചയപ്പെടുത്തി തരാന്. പുതുമുഖം നിതിൻ റാവു എന്നുണ്ടോ? അതൊക്കെ നിതിൻ രാജ്. നിതിൻ രാജ് എന്ന് പറഞ്ഞെങ്കിൽ 6 മാസമായ നിതിൻ രാജ്? 3 മാസമായി. പക്ഷെ 6 മാസത്തെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ 6 മാസമായും ചോദിക്കാൻ കേട്ടോ. വളരെ വളരെ സന്തോഷമുണ്ട് നിന്റെ കാര്യത്തില്. ഇതേപോലെ മുമ്പിലോട്ട് പോകണം കേട്ടോ. സാധാരണ ഞാൻ നല്ലത് പറഞ്ഞ ആൾക്കാരല്ല ബാക്കിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ആയിപ്പോണ്ട, എന്തായാലും മുമ്പിലോട്ട് പോകണം. നമ്മളെ മംഗലാപുരത്തെ മെയിൻ ആവേണ്ട ആളാണ്. എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിലാണ് ഉള്ളത്. പക്ഷെ ട്രെയിനിങ് അല്ല, ഞാനും ഇവിടുത്തെ ഒരു സെയിൽസ്മാൻ ആണ്. ഇവരെ പോലെ തന്നെ എനിക്കും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് മുമ്പിലോട്ട് വന്ന ആളാണ്. അതാണ് ഇവന്റെ പ്രത്യേകത. എന്തായാലും വളരെ സന്തോഷമായി നിന്നെ ഈ ഇവരെ കൂട്ടത്തിൽ കണ്ടായി. ഓക്കെ, ഇതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത്? 19,200 വരുന്നുണ്ട്. 18,400. 19,200, 18,400. അങ്ങനെ 2 അടിപൊളി സെറ്റിടാം. നിധി നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. 2 കളക്ഷൻസും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വരുതേട്ടാ, ഇതില് 2 ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒന്ന് ഏറ്റവും വില കുറഞ്ഞ കളക്ഷൻസ് ഉള്ളത്, അതാരായിരുന്നു? ശ്രീഹരി. 11,900. അപ്പൊ 11,900 മൈക്കിളിന്റെ സാധനം 11,900 മൈക്കിളിന്റെ സാധനം ഇതല്ലേ? 11,900 ഈ ഒരു ഐറ്റാണ് ഇന്ന് ഏറ്റവും വില കുറഞ്ഞ എന്നുള്ളത് കൊണ്ട് സെലക്ഷൻ ആക്കാൻ എനിക്കും അതുപോലെ നമ്മളെല്ലാവർക്കും കാണികൾക്ക് അടുക്കും വ്യൂസിനടുക്കും സെലക്ഷൻ ആക്കിയത് ഈ സാധനമാണ്. 11,900 ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റില്ല, പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാനും ഗിഫ്റ്റ് കൊടുക്കാനും പറ്റില്ല. മൈക്കിൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനല്ല, ബെറ്ററാണ് അങ്ങനെയുള്ള കളക്ഷൻസ്. അപ്പോൾ അത് സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗിഫ്റ്റ് നമുക്ക് നമ്മളെ കെബീർ ചാനെ കൊണ്ട് കൊടുപ്പിക്കണം. കെബീർ ചാ കൊടുത്തു. നെക്സ്റ്റ് ഭരതേട്ടനെ സെലക്ഷൻ ചെയ്തോ, ഭരതേട്ടനെ തിരഞ്ഞെടുത്തോ. ഞങ്ങൾക്ക് ഇവിടെ ഞാൻ എൻ്റെ പണിയിലുണ്ടാവും, നിങ്ങൾ നോക്കിയിട്ട് പോകാം. പറയൂ. കെബീർ ചെയ്തോ? അതെയാ, എല്ലാം അടിപൊളി.
നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതും പറ്റുന്നില്ല. തീർച്ചയായിട്ടും എല്ലാം നന്നായിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഒരു ക്ലാപ്പ് ആക്കിയത്. രണ്ടാമത്തത് ഏറ്റവും റേറ്റ് കുറവുള്ളത് ശ്രീഹരിയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അവർക്ക് ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഏറ്റവും പേര് ബാക്കിയല്ലേ നമുക്ക് സെലക്ഷൻ മംഗളാരം എടുക്കെടുക്കും. അപ്പൊ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് നമ്മളെ. ഓക്കെ, അപ്പൊ വരുത്തട്ടെ. നമുക്ക് നെക്സ്റ്റ് മറ്റേ ആര് തെരഞ്ഞെടുക്കാം? എന്തായാലും തെരഞ്ഞെടുക്കണമല്ലോ ഒരാള്, വിടാൻ പറ്റാലോ. എന്തായാലും ഒരു ഗിഫ്റ്റ് അവർക്ക് ഉണ്ടല്ലോ. നിങ്ങൾ ഒന്ന് നോക്കേ, ഒന്നുകൂടി നോക്കണോ? ഒരാൾ ജയിക്കും. ഇല്ല, എല്ലാവരും മനസ്സിന്റെ ഉള്ളിൽ നെഞ്ഞിന്റെ ഉള്ളിൽ ഇടിക്കുന്നുണ്ടാവും അല്ലെ. ഇത് ആരായിരിക്കും ഇയാൾ തെരഞ്ഞെടുക്കുന്നത്? മൈക്കിൾ ഗിഫ്റ്റ് കൊടുക്കും. മൈക്കിൾ സൈലന്റ് ആക്കി തന്നെ. ഓക്കെ, എവിടുന്ന് കണ്ടില്ലേ വരുതേട്ടാ? എല്ലാം നല്ല ഉണ്ട് അല്ലെ? ഒന്നും മോശം പറയാൻ കഴിയാല. അത്ര നല്ല കളക്ഷൻസ്. അത് ആ ഒരു തെരഞ്ഞെടുത്ത ആ ഒരു രീതി ഉണ്ടല്ലോ. മത്സരമൊക്കെ വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അതിലേക്ക് മാറും. അത് ഏത് മത്സരം. അജേഷ്, യെസ് യെസ് യെസ്, അജേഷിന്റെ പർച്ചേസ്, അജേഷിന്റെ ആ ഒരു ഇങ്ങനെയുള്ള സെലക്ഷൻ ഇവിടെ കൊണ്ടുവരാൻ കാരണം തീർച്ചയായും. അപ്പൊ അജേഷിനെ ഒന്ന് നമുക്ക് എന്തായാലും വിളിക്കാം. അജേഷ് ഒന്ന് വരുമോ? ഇല്ല, അജേഷിനെ കുറെ ആൾക്കൊന്നും അറിയാല. കാരണം അജേഷ് ഒരു സൈലന്റ് ആണ്. പിന്നെ വീഡിയോന് മുമ്പിൽ നിൽക്കാല, ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുക്കും. നിൽക്കുന്ന അപ്പൊ അജേഷാണ് ഈ സാധനമൊക്കെ സെലക്ഷൻ ചെയ്തിട്ട് നമ്മുടെ ഷോറൂമിൽ എത്തിച്ചത്. അതാണ് നേരത്തെ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ. ശരിയാണ്, തീർച്ചയായിട്ടും. അവനെ വരാന് കുറച്ച് പ്രയാസമുണ്ട്. അജേഷ് ഇങ്ങനെ ആടിക്കോട്ടൊക്കെ വെൽക്കം മിസ്റ്റർ അജേഷ്, പാടാ ഇങ്ങോട്ട്, ക്യാമറ ഒന്ന് ഇങ്ങോട്ടാക്കോ. ഇതാണ് നമ്മൾ അജേഷ്. അതെ, അയ്യോനെ കുട്ടിയിട്ട്. അപ്പൊ ഇവനാണ് അജേഷ്, ഇവനാണ് നമ്മുടെ ഡയമണ്ട്. ഓക്കെ, സുമന്റെ ഏത് കളക്ഷൻ ഏതാണ്? സുമന്റെ കളക്ഷൻ ഏത്? അല്ലേ എല്ലാരും അല്ലേ? സുമന്റെ ഈ സാധനം നല്ല ഉണ്ടായല്ലേ? പറയണോ? പറഞ്ഞാ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാജുലേഷൻ. അയൽവാസി സുമേച്ചിനെ കയ്യില് തെരഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം സുമേച്ചിന്റെ ആ ഒരു ഡിസൈൻ നല്ല ഭംഗിയുണ്ട്, നല്ല വെറൈറ്റിയാണ് അല്ലെ? മത്സരിച്ച് എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയല്ലേ അല്ലേ? ഭരതേട്ടൻ പറഞ്ഞല്ലേ ശരി അല്ല? എന്റെ ഏറ്റവും ഭംഗിയുള്ള സാധനം. അപ്പൊ എന്തായാലും ജഡ്ജിന്റെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് പറയുന്ന പോലെ ജഡ്ജി എടുത്ത തീരുമാനത്തിൽ യാതൊരു സംശയം വേണ്ട, 100% ശരിയായിരിക്കുന്നു. തന്നെയാണ് നമ്മൾ അതുപോലെ ഇത് നെക്സ്റ്റ് അത് കഴിഞ്ഞെങ്കിൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡിസൈൻ നല്ലുണ്ട്, അടിപൊളി ഡിസൈൻ. പിന്നെ ഒരു റിച്ച്നെസ് ഫീൽ ഉണ്ട് നമ്മളെ നോ ഇഷാന്റെ ആ ഒരു സാധനത്തിന്. അതെ, ആ ഡയമണ്ട് ഫുൾ ഡയമണ്ട് വന്നിട്ടുള്ള ഈ ഒരു കളക്ഷൻ നല്ലുണ്ട്. ആ ലോക്കർ നല്ല രസമുണ്ട്. ഓക്കെ, പിന്നെ ടീനേജിന്റെ നല്ല ഉണ്ട്, അടിപൊളി. ഓക്കെ, ഇതില് നല്ല ഉണ്ട്. സുമേച്ച് എവിടെയാ? ഗിഫ്റ്റ് കൊടുത്തിട്ട് നമുക്ക് വീട് വൈൻഡ് അപ്പ് ആക്കാം. വരുതട്ടോ എവിടെയാ? വരുതട്ടോ വാ. എടാ ഇവനെ അത്യാവശ്യമില്ല വാ. നോമാനെ ജഡ്ജിന് അസിസ്റ്റന്റ് ആക്കി. ജഡ്ജിന് അസിസ്റ്റന്റ് വേണം. ഓക്കെ വാ.
അപ്പൊ ആദ്യത്തെ കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ്. ഒന്ന് ക്ലാപ്പ് ആക്കിയിടാ. ഓക്കെ, ഇന്ന് ശ്രീഹരിയാണ് വിജയെങ്കിൽ നാളെ നിങ്ങളിൽ താരങ്കാരി. ഓക്കെ, ഡോണ്ട് വറി. നോമാൻ സീനിയർ ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ഏത് ഷോറൂം അല്ലേ ഇങ്ങനത്തെ കൊണ്ടുവരുന്നുണ്ടോ? ഏത് ഷോറൂമിൽ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവില്ല. അതല്ല, അത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഐഡിയകൾ കണ്ടെത്തുന്നത്. പവർ ലിഫ്റ്റിംഗ്. അതപ്പോ ഇപ്പൊ വീഡിയോ കട്ടാക്കട്ടെ. പ്രിയമുള്ളവരെ, ആസിഫ് മിനിഞ്ഞാന്ന് പോയിട്ട് കർണാടകയിലെ ദാവനഗരയിൽ പോയിട്ട് പവർ ലിഫ്റ്റിങ്ങില് ഗോൾഡ് മെഡലോട് കൂടിയിട്ടാണ് നാഷണൽ അല്ലേ. അപ്പോൾ അതിനുള്ള ഞങ്ങൾക്കുള്ള അഭിമാനം വളരെ വലുതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ആസിഫ് ആ മത്സരത്തിലൊക്കെ പോകുന്നത്. കാരണം നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ എല്ലാ ദിവസവും. നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മൊബൈലിൽ ആസിഫ് എല്ലാ ദിവസവും വന്നിട്ട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു അഭിമാനമാണ് ആ പവർ ലിഫ്റ്റിങ്ങിലൂടെ കിട്ടിയത്. അതിന് എല്ലാവരും സ്റ്റാഫും മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു മൊമെൻറ്റോ അതിൻ്റെ പൊന്നാട ഭരതത്തിന് പൊന്നാട അടിക്കുന്നതായിരിക്കും. അദ്ദേഹത്തെ എല്ലാവരും ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും വരണം. വിനോദ വാ, മോളെ വാ, എല്ലാവരും വാ, മക്കളെ എല്ലാവരും വാ. ചേച്ചി എടുത്തോ. അപ്പോൾ പൊന്നാട അടിക്കുകയാണ്. ഭരതത്തിന് ക്ഷണിച്ചു. Thank you sir. Thank you. ആസിഫ് ദാവനഗരയിൽ പോയിട്ട് നാഷണൽ പവർ ലിഫ്റ്റിംഗിൽ ഗോൾഡ് മെഡൽ വാങ്ങി നമ്മുടെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കൂടി നമ്മൾ കണ്ടിപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഉപകാരം കിട്ടാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ ഇവരെല്ലാവരും സപ്പോർട്ടാണ്. ഞാൻ എന്തായിട്ടുണ്ടെങ്കിലും ആ നന്ദിയും കടപ്പാടും എന്ന് നിങ്ങളുടെ എല്ലാവരും ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. എന്തായാലും ഭയങ്കര ഫീലിംഗ് ആണ്. വൈൻഡപ്പ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓൾ ദി ബെസ്റ്റ്.